ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട്. ഇന്നലെ വിളക്കുത്സവം കുടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വിളക്കുത്സവം നടക്കുകയായിരുന്നു. അതിനാണ് ഈ ആനയെ വഴുവാടി കാശിനാഥൻ എന്ന ഈ ആനയെ കൊണ്ടുവന്നത്. ഈ ആന ഇന്നലെ തന്നെ ഏതാണ്ട് ചെറിയ തോതിൽ ഇടഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആനയെ ആ സമയത്ത് ചില ആളുകൾ ആ പ്രദേശത്തൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ചില ആളുകൾക്ക് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്നലെ ഉണ്ടായി. അതുകൊണ്ട് ഈ ആനയെ കൊട്ടിലാൽക്കൽ എന്ന ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ പറമ്പിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു ഷെഡിനോട് ചേർന്നായിരുന്നു തളച്ചിരുന്നത്. ഈ ഷെഡ് ഇന്ന് ഉച്ചയോടുകൂടി ആന തകർക്കുകയായിരുന്നു. ആന തകർക്കുന്നതോടുകൂടി ഈ ആനയെ തളയ്ക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും. ഒന്നാം പാപ്പാൻ അമൽ 28 വയസ്സ്, രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ 25 വയസ്സ്. ഈ രണ്ടു പേർക്കാണ് പരിക്കേറ്റത്. ആന ചവിട്ടുകയായിരുന്നു ശ്രീകുട്ടനെ എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുട്ടന് നെഞ്ചിൽ കാര്യമായ രീതിയിൽ ചവിട്ടേറ്റിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഉടൻ തന്നെ ഈ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് ഈ ആനയെ തളച്ചത്. എന്തായാലും ഇരിഞ്ഞാലക്കുടയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ശ്രീകുട്ടൻ എന്ന 25 വയസ്സുകാരൻ രണ്ടാം പാപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആനയെ എന്തായാലും ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡ് ഈ പറയുന്നത് പോലെ തളച്ച് ഒരു മേഖലയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ആന പൂർണ്ണമായി ശാന്തനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് കാരണം എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്, അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു യുവാവിന്, രണ്ടാം പാപ്പാന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ അങ്കമാലി കിടങ്ങൂരിൽ ഒരു സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തും ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് എലിഫന്റ് സ്ക്വാഡും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും ഒക്കെ ഇപ്പോൾ നിൽക്കുന്നത്. ആനയെ ഇപ്പോൾ താൽക്കാലികമായി തളച്ചിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഷെഡ് പൂർണ്ണമായി ആന തകർത്തിട്ടുണ്ട്. എന്തായാലും ഒരു പാപ്പാന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മുൻപ് പുറത്തു വരുന്നത്.